എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാർക്കായിട്ട് നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത് ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുമാണ്. അപ്പോൾ കൂട്ടുകാർ മത്സരത്തിൽ പങ്കെടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൽ പങ്കെടുക്കേണ്ട രജിസ്റ്റർ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കാം. ഏതൊരു ചാന്ദ്രദിന ക്വിസ് മത്സരം നടത്തിയാലും അതിലേറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ് ചാന്ദ്രയാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ദൗത്യത്തെക്കുറിച്ച്. അപ്പോൾ ചാന്ദ്രയാൻ 1, 2, 3 ഈ വിഭാഗത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ കൂട്ടുകാർക്ക് മുമ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണുക. കൂട്ടുകാർ ഈ വീഡിയോക്ക് 1000 ലൈക്ക് തരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഇനിയും ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ചാന്ദ്രയാൻ 2ൻ്റെ ഫോളോ ഓൺ ദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 3. ചാന്ദ്രയാൻ 3ൻ്റെ റോവറിൻ്റെ മാസ് എത്രയാണ്? ഉത്തരം 26 കിലോഗ്രാം. ചാന്ദ്രയാൻ 2ൽ ഉണ്ടായിരുന്നതും ചാന്ദ്രയാൻ 3ൽ ഇല്ലാത്തതുമായ ഘടകം ഏതാണ്? ഉത്തരം ഓർബിറ്റർ. ചാന്ദ്രയാൻ 3 വിക്ഷേപണം എവിടെ നിന്നായിരുന്നു? ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചാന്ദ്രയാൻ 3ൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഇതില്ല. ഉത്തരം മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക. ചാന്ദ്രയാൻ 3 ഭൂമിയിൽ നിന്ന് ഉയർത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റ് ഏതായിരുന്നു? ഉത്തരം LVM-3 അഥവാ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചാന്ദ്രയാനെ ഭൂമിയിൽ നിന്ന് ഉയർത്താൻ ഉപയോഗിക്കുന്ന റോക്കറ്റിൻ്റെ ലിഫ്റ്റ് ഓഫ് മാസ് എത്രയാണ്? ഉത്തരം 6,40,000 കിലോഗ്രാം. ഭൂമിയിൽ നിന്ന് ചാന്ദ്രയാൻ 3 പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏകദേശം എത്ര ദിവസം കഴിഞ്ഞാണ് ലാൻഡർ അവിടെ ഇറങ്ങുക? ഉത്തരം 40 ദിവസം. ചാന്ദ്രയാൻ 3ലെ പ്രഗ്യാൻ എന്ന റോവറിനെ ചലിപ്പിക്കുന്നത് എന്തുപയോഗിച്ചാണ്? ഉത്തരം ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ച്. ചാന്ദ്രയാൻ ദൗത്യത്തിൻ്റെ വിക്ഷേപണ തീയതി എന്നായിരുന്നു? അഥവാ ചാന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ തീയതിയാണ് 2023 ജൂലൈ 14. ചാന്ദ്രയാൻ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം പ്രഗ്യാൻ. ചാന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ലാൻഡർ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം വിക്രം. ചാന്ദ്രയാൻ 3ന് ഉപയോഗിക്കുന്ന ലോഞ്ചർ ഏതാണ്? ഉത്തരം GSLV മാർക്ക് 3. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ആകെ ചെലവ് എത്രയാണ്? ഉത്തരം 615 കോടി. ചാന്ദ്രയാൻ 3ൻ്റെ ആകെ ഭാരം എത്രയാണ്? ഉത്തരം 3900 കിലോഗ്രാം. 2148, 1752 എന്നിവയാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെയും ലാൻഡറും റോവറിനും കൂടിയിട്ടുള്ള ഭാരം. ചാന്ദ്രയാൻ 2ൽ ഇല്ലാത്ത ചാന്ദ്രയാൻ 3ലെ ഒരു ഭാഗം ഏതാണ്? ഉത്തരം ലേസർ ഡോപ്ലർ വെലോസിമീറ്റർ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഡയറക്ടർ ആരാണ്? ഉത്തരം ഋതു കരിദാൽ.
ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഉത്തരം GSLV മാർക്ക് 3 2019 ജൂലൈ 22-നാണ് വിക്ഷേപിച്ചത്. ചാന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ ലാൻഡറിനെ എന്ത് വിളിക്കുന്നു? ഉത്തരം വിക്രം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ചാന്ദ്രയാൻ ദൗത്യത്തിൻ്റെ റോവറിന് എന്ത് പേര് വിളിക്കുന്നു? ഉത്തരം പ്രഗ്യാൻ. ചാന്ദ്രയാൻ പേലോഡിൽ LIBS ഉൾപ്പെടുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. പേലോഡിൽ IPXS ഉൾപ്പെടുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ആൽഫ കണിക പ്രേരിത എക്സ്റേ സ്പെക്ട്രോസ്കോപ്പ്. ഇന്ത്യ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ഡോക്ടർ എസ് സോമനാഥ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2008 ഒക്ടോബർ 22-ന്. ചാന്ദ്രയാൻ 1 എന്ന ദൗത്യം വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ വെച്ച്. ചന്ദ്രൻ്റെ പ്രദക്ഷിണതലത്തിൽ 504 കിലോമീറ്റർ അകലത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 8-ന്. ഭാരതത്തിൻ്റെ ത്രിവർണ പതാകയുമായി മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ പതിച്ചത് എന്നാണ്? ഉത്തരം 2008 നവംബർ 14-ന്. ചാന്ദ്രയാൻ്റെ പ്രഖ്യാപനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം 2009 ആഗസ്റ്റ് 29-ന്. ചാന്ദ്രയാനിലെ നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപകരണം ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയത് എന്നായിരുന്നു? ഉത്തരം 2009 സെപ്റ്റംബർ 24-ന്. ചാന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായിരുന്നത്? ഉത്തരം 312 ദിവസം. ചാന്ദ്രയാൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K കസ്തൂരി രംഗൻ. ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ G മാധവൻ നായർ. ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണൻ. ചാന്ദ്രയാനിൽ 1 ഉണ്ടായിരുന്ന ഇന്ത്യൻ പേലോഡുകളുടെ എണ്ണം എത്ര? ഉത്തരം 5. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചാന്ദ്രയാൻ 1? ഉത്തരം 68-ാമത്തെ ദൗത്യം. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഷാക്കിൾട്ടൽ ഗർത്തം. ചന്ദ്രനിൽ പതാക ഉയർത്തിയ 4ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചാന്ദ്രയാൻ 1 എന്ന ദൗത്യത്തിൻ്റെ സയൻറ്റിസ്റ്റ് ആരാണ്? ഉത്തരം JN ഗോമസ്വാമി.
ചാന്ദ്രയാൻ 1 പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം എം അണ്ണാദുരൈ. ചാന്ദ്രയാൻ 3 ഇന്ത്യയുടെ എത്രാമത്തെ ചാന്ദ്ര ദൗത്യമാണ്? ഉത്തരം 3ാമത്. ചാന്ദ്രയാൻ 3 പരിക്രമണ പാരാമീറ്ററുകൾ ഏതാണ്? ഉത്തരം പെരിസിന്തിയോൺ, അപ്പോസിന്തിയോൺ. ചാന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം പി വീരമുത്തുവേൽ. ബഹിരാകാശ പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് എന്നായിരുന്നു? ഉത്തരം 2023 ഓഗസ്റ്റ് 5. ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. അമേരിക്ക, ചൈന, റഷ്യ എന്ന രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിലിറങ്ങുന്ന 4ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് അവസാന 15 മിനിറ്റുകളെ ISRO ചെയർമാൻ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ഭീകരതയുടെ 15 മിനിറ്റുകൾ. ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ നൽകിയ പേര് എന്താണ്? ഉത്തരം ശിവശക്തി പോയിന്റ്. ചാന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം മോഹൻ കുമാർ. ചാന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം വനിത മുത്തയ്യ. ചാന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഋതു കരിതാൽ. അപ്പോൾ ചാന്ദ്ര ദൗത്യങ്ങളായിട്ടുള്ള ചാന്ദ്രയാൻ 1, 2, 3 ഇവയുടെ വിക്ഷേപണ തീയതിയും അതുപോലെ തന്നെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനവും ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം. ചാന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചു. PSLV XL-C11 എന്നുള്ളതാണ് വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനം എന്ന് പറയുന്നത്. ചാന്ദ്രയാൻ 2 കേസ് നോക്കുകയാണെങ്കിൽ 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. GSLV മാർക്ക് 3 M1 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനമായിരുന്നു ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ബാഹുബലി ഫാറ്റ് ബോയ് എന്നാണ് ആ ഒരു ഉപകരണം അറിയപ്പെടുന്നത്, വിക്ഷേപണ വാഹനം അറിയപ്പെടുന്നത്. കാരണം ആ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വളരെയധികം കൂടുതലാണ്. ചാന്ദ്രയാൻ 1, 2, 3 വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഭാരം കൂടിയത് ചാന്ദ്രയാൻ 2ലേതാണ്. അതുകൊണ്ട് തന്നെ അതും കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ബാഹുബലി ഫാറ്റ് ബോയ് എന്നറിയപ്പെടുന്നത് ചാന്ദ്രയാൻ 2ലെ GSLV മാർക്ക് 3 M1 എന്ന് പറയുന്ന വാഹനമാണെന്ന് കൂടി മനസ്സിലാക്കുക. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനം എന്ന് പറയുന്നത് LVM-3 ആണ്, അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ്. അപ്പോൾ കൂട്ടുകാരിത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്കായിട്ട് നമ്മൾ നടത്തുന്ന ചാന്ദ്രദിന ക്വിസ് കോമ്പറ്റീഷൻ ജൂലൈ 23 രാത്രി കൃത്യം 8:30 നടക്കാൻ പോകുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മത്സരത്തിന് രജിസ്റ്റർ ചെയ്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇത്തരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസുകളൊക്കെയാണ്. അപ്പോൾ കൂട്ടുകാരെ മത്സരത്തിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മളൊരു ടാർഗറ്റ് വെച്ചിരുന്നു, ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.